ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി പീഡിപ്പിക്കുന്നവരുടെ സ്മരണ പുതുക്കി ലോകം റെഡ് വീക്ക് ആചരിച്ചു. പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള കത്തോലിക്ക ദേവാലയങ്ങൾ നവംബർ 20 ചുവന്ന നിറത്തിൽ പ്രകാശിപ്പിച്ചു. എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് ഇന്റർനാഷണൽ എന്ന ക്രിസ്ത്യൻ എയ്ഡ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച റെഡ് വീക്ക് 2015 മുതൽ എല്ലാ നവംബറിലും പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ ബഹുമാനാർത്ഥം നടക്കുന്നു. രക്തസാക്ഷിത്വത്തെ സൂചിപ്പിക്കുന്ന നിറം ചുവപ്പായതിനാൽ രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കുന്ന അവസരത്തിൽ കെട്ടിടങ്ങൾ ചുവപ്പ് നിറത്തിൽ പ്രകാശിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇറാഖിലെ പുരാതന ക്രിസ്ത്യൻ സമൂഹത്തെ 2014 ഇസ്ലാമിക് സ്റ്റേറ്റ് നശിപ്പിച്ചതിന്റെ ഫലമായാണ് കത്തീഡ്രലുകൾ, പള്ളികൾ, പൊതുകെട്ടിടങ്ങൾ എന്നിവ ചുവപ്പ് നിറത്തിൽ പ്രകാശിപ്പിച്ച് ഈ സുപ്രധാന വിഷയത്തിലേക്ക് ശ്രദ്ധയാകർഷിക്കാൻ തീരുമാനിച്ചത്. ഈ വർഷം ഇംഗ്ലണ്ട്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ, ബെൽജിയം, ജർമ്മനി, ഇറ്റലി, സ്ലോവാക്യ, ഓസ്ട്രിയ, അയർലൻഡ്, മാൾട്ട, ഫിലിപ്പീൻസ്, മെക്സിക്കോ, ചിലി, കൊളംബിയ എന്നിവയുൾപ്പെടെ 20 രാജ്യങ്ങളിലായി 300-ലധികം ഇടങ്ങളിൽ റെഡ് വീക്ക് പരിപാടികൾ നടന്നു.